ഹായ്, ഞങ്ങളുടെ മുത്തിൻ്റെ 18th ബർത്ത്ഡേയുടെ ഒരു പ്രിപ്പറേഷൻ ആൻഡ് സെലിബ്രേഷൻ വ്ളോഗാണ്. ജെൻസി കിഡൊക്കെ ആയതുകൊണ്ട് അന്ന് പിൻട്രസ്റ്റ് ഒക്കെയാണ് റെഫറൻസ് പറഞ്ഞത്. അതിലെന്തോ വാനില എസ്തറ്റിക് തീം എന്ന് പറഞ്ഞിട്ട് ബേസിക്കലി ഒരു വൈറ്റ് തീം. അപ്പോൾ പറ്റുന്ന പോലെ ബാങ്കൊന്നും പൊട്ടാതെ ചെറിയ രീതിയിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ബ്രോഡ്വേയിൽ പ്രീമിയം ഫാൻസി സ്റ്റോർ എന്ന് പറയുന്ന കടയിൽ നിന്നാണ് മേടിച്ചത്. ഓൺലൈനേക്കാളും റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കനോപ്പി ബാക്ക് ഡ്രോപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ടേബിൾ ഫാനിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷൻ ഇളക്കി എടുത്തതാണ്. എന്നിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. ആസ് യൂഷ്വൽ രാത്രിയിലാണ് ഞാൻ കേക്കിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയത്. ചോക്ലേറ്റ് കേക്കാണ് മുത്തിന് ഇഷ്ടം, പക്ഷേ ഈ ഒരു വാനില തീം ആയതുകൊണ്ട് വാനില കേക്ക് മതി എന്ന് പറഞ്ഞു. പക്ഷേ കഴിക്കുമെന്നൊരു ഐഡിയ ഇല്ല, എന്നാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് സ്ട്രോബെറീസ് ഇഷ്ടമാണെന്ന് ഓർത്തെ, എന്നാൽ ഒരു വാനില സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തസ്നീം താജ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറിൻ്റെ പേജിൽ കണ്ടായിരുന്നു. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഉണ്ടാക്കിയത്. ബേസിക് വാനില സ്പഞ്ച്, പിന്നെ ബട്ടർ ക്രീം ഫില്ലിങ്, ഉള്ളിലൊരു കസ്റ്റാർഡ് ഫില്ലിങ്ങും നടുക്കിങ്ങനെ സ്ട്രോബെറി ഫില്ലിങ്സും ആണ്. അപ്പം ഞാൻ ഒട്ടും പിശുക്കാറില്ല. എന്താണോ എൻ്റെ കേക്കിൻ്റെ ഫ്ലേവർ അതിനോട് മാക്സിമം നീതി പുലർത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഒട്ടും പിശുക്കാതെ നന്നായിട്ട് ഞാൻ ആ സ്ട്രോബെറി ഫില്ലിങ്സ് കൊടുക്കും. അങ്ങനെ ഞാനൊരു 3 ലെയർ കേക്കാണ് ഉണ്ടാക്കിയത്. യൂഷ്വലി ഞാൻ അമ്മയും കൂടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കേക്കിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാറ്. പക്ഷേ പിറ്റേന്ന് ഇങ്ങനെ പരിപാടി ഉള്ളതുകൊണ്ട് അമ്മയുടെ പണിയൊക്കെ സൈഡാക്കി ഞാനും എൻ്റെ പണിയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 3rd ലെയറും കൂടെ വെച്ചിട്ട് ക്രം കോട്ട് ചെയ്തെടുത്ത് രാത്രിയിൽ ഫ്രിഡ്ജിൽ വെച്ച് അതൊന്ന് സൈഡാക്കി. അപ്പോൾ രാത്രി തന്നെ ഡെക്കറേഷൻ ചെയ്താലേ പിറ്റേന്നത്തേക്കെല്ലാം റെഡി ആവുള്ളൂ. അതുകൊണ്ട് ഔസേപ്പച്ചനെ മാത്തപ്പനെ കിടത്തി ഉറക്കിയിട്ട് ഞാൻ ഈ ഒരു കനോപ്പി ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് കയറി. ഈ ഒരു കനോപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ 7 മീറ്റർ വൈറ്റ് നെറ്റിൻ്റെ ഫാബ്രിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. മീറ്ററിന് 60 രൂപയായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. പിന്നെ ഫ്ലവർ ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുൾ ഫ്ലവർ ഡെക്കറേഷൻ എല്ലാം കൂടെ 200 രൂപയായത്. അത് കഴിഞ്ഞ് അതെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചു. പിന്നെ പിറ്റേന്ന് രാവിലെ കേക്കിൻ്റെ പരിപാടി തുടങ്ങി. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ സോർട്ടഡ് വെജീസ് ഉണ്ടാക്കി. അതിനായിട്ട് ഞാൻ കോളിഫ്ലവറും ക്യാരറ്റും ബേബി കോണും സ്വീറ്റ് കോണും ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ബട്ടറിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സോട്ട് ചെയ്തെടുത്തു. പിന്നെ സോസേജസും ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ ഒരു പെരി പെരി ഓംലെറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ബ്രെഡ് ടോസ്റ്റും കുറച്ച് കട്ട് ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉഷാറാക്കി. അത് കഴിഞ്ഞാൽ പിന്നെ കേക്കിൻ്റെ പരിപാടിയൊക്കെ ബാക്കിയുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് കേക്കിൻ്റെ പരിപാടിയിലോട്ട് കയറി. ഞാൻ ഉദ്ദേശിച്ചതൊരു ഫോൾട്ട് ലൈൻ ആണേ എങ്കിലും പണ്ട് അഹാനയുടെ ഒരു ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്ട്രോബെറി ഫോൾട്ട് ലൈനിലൊരു കേക്ക്. പക്ഷേ ടോൾ കേക്ക് അല്ലാതിരുന്നതുകൊണ്ട് പ്രോപ്പർ ഫോൾട്ട് ലൈൻ ആയില്ല. പക്ഷേ ഞാൻ സംഭവം ഒപ്പിച്ചെടുത്തു. കാണാൻ നല്ലതായിരുന്നു കേട്ടോ ആക്ച്വലി. അത് കഴിഞ്ഞ് പക്ഷേ ഡെക്കറേഷനൊക്കെ ചെയ്യുമെങ്കിൽ അത് ഫുൾ സെറ്റപ്പ് ചെയ്യാനുള്ളൊരു പാങ്ങ് എനിക്കില്ല. അങ്ങനെ ആൽബിച്ചിനെ ഇതിൽ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു കനോപ്പിയും ഫ്ലവർ ഡെക്കറേഷനും പിന്നെ കുറച്ച് കോപ്പർ ലൈറ്റ്സും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് 5 ലൈറ്റാണ് മേടിച്ച്. ഒരു ലൈറ്റിന് 30 രൂപ വെച്ചിട്ട്. ഉച്ചയ്ക്ക് നെയ്ച്ചോറും തന്തൂർ ചിക്കൻ കറിയും ചിക്കൻ കൊണ്ടാട്ടമായിരുന്നു. ഡിസേർട്ടായിട്ട് ബനോഫി പൈ ആയിരുന്നു. കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ ആളാണ്. ഹസ്ബൻഡും സിസ്റ്ററും തമ്മിൽ 15 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പം എല്ലാവർക്കും ഭയങ്കര പ്രഷ്യസ് ബേബിയാണ് മുത്തെന്ന് പറയുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് എൻ്റെ അമ്മ ആകെ തന്നൊരു ഉപദേശം, മുത്തിനെ ഒരു കാരണവശാലും വിഷമിപ്പിക്കരുതെന്ന്. അത് പാലിക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. മുത്തിന് ഈ സെലിബ്രേഷൻസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ മുത്തേ.